സുനിൽ ഛേത്രിക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകൾ ഭരിക്കാൻ പോകുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് കുറച്ചു കാലം മുമ്പ് വരെ എല്ലാവരും പറയുന്നത് ബംഗാളിൽ നിന്നുള്ള യുവതാരമായ റഹീം അലി ആയിരിക്കും എന്നാണ്. പക്ഷേ ഈ ബംഗാൾ സ്വദേശിയായിട്ടുള്ള റഹീം അലി പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് റഹീം അലി ചെന്നൈയിൻ എഫ് സിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി അവസരങ്ങൾ കിട്ടിയ സമയത്ത് അദ്ദേഹം വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ പോലും പിന്നീട് കിട്ടുന്ന അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് മുതലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വസ്തുതയും നമ്മൾ കാണുന്നുണ്ട്. ഒരു സെക്കൻഡ് ഡിവിഷൻ പ്ലെയറിന്റെ നിലവാരത്തിലേക്ക് റഹീം അലി താഴ്ന്നു പോകുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ചെന്നൈയിൻ എഫ് സി വിട്ട് അദ്ദേഹം ഇത്തവണ കുടിയേറാൻ പോകുന്നത് സെർജിയോ ലൊബേരയുടെ ഒഡീഷ എഫ് സിയിലേക്കാണ്. ഒഡീഷ എഫ് സിയിലേക്ക് താരം വരുന്നുവെന്ന് മാർക്കസ് മർഗലോ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെർജിയോ ലൊബേര എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച ടാക്ടീഷ്യന്മാരിൽ ഒരാളുടെ അരികിലേക്ക് ഈ റഹീം അലി ചെല്ലുമ്പം അദ്ദേഹത്തിന്റെ സ്ട്രൈക്കിംഗ് എബിലിറ്റികളെ സെർജിയോ ലൊബേര പോളിഷ് ചെയ്തൊരു മികച്ച സ്ട്രൈക്കറാക്കി അദ്ദേഹത്തിനെ മാറ്റിയെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും റഹീം അലി മാസമായിട്ട് തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ആഷിഖ് റണീനെ പോലെയും ജീക്സൽ സിംഗ് ധനോജത്തിനെ പോലെയൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ശാരീരിക മികവുള്ള താരങ്ങളെ നമുക്ക് കിട്ടാറുള്ളൂ. അത്തരത്തിൽ ഫിസിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് റഹീം അലി. ആ റഹീം അലിയുടെ മികവ് ഇനിയും വർദ്ധിക്കട്ടെ എന്ന്